ഗൈസ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ മൊഡ്യൂൾസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതുവരെയൊന്നും പഠിച്ചിട്ടില്ല, ഈ ഒരു സബ്ജക്റ്റ് ഇതുവരെയൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ അവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ആൻഡ് ഫോർത്ത് മൊഡ്യൂളും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഈ 3 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ പാസ്സാവാൻ പറ്റും. ഓക്കെ, പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ടോപ്പിക്സും പഠിക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതേപോലെ സ്റ്റെപ്സും പ്രോസസ്സും എല്ലാം പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻസും എല്ലാം പഠിച്ചിട്ട് പോവുക. ഞാൻ ഈ വീഡിയോയിൽ എല്ലാ മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കൊടുത്തിട്ടുണ്ട്. പഠിക്കുമ്പോൾ അതും നോക്കിയിട്ട് പഠിക്കുക. പിന്നെന്താ, ഫസ്റ്റത്തെ മൊഡ്യൂളിൽ എസ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ആരും അത് പഠിക്കാണ്ട് പോകരുത്. ഓക്കെ, അതെന്തായാലും എല്ലാവരും പഠിച്ചിട്ട് പോവുക. പിന്നെ ഞാൻ എല്ലാ മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ കൊടുത്തിട്ടുണ്ട്, ഇതാരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ മൊഡ്യൂൾ 5 അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഒട്ടും പഠിക്കാത്തവർ മൊഡ്യൂൾ 5 ഒട്ടും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിവിടെ കൊടുത്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. പിന്നെ ഇതൊരു തിയറി പേപ്പറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാവാൻ പറ്റും. ഓൺവേർഡ്സിൽ എഴുതിയാലും പാസ്സാവാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, കാരണം നിങ്ങൾ പഠിച്ചത് നല്ല രീതിയിൽ എഴുതുക. അതേപോലെ എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യുക. നല്ല നീറ്റായിട്ടൊക്കെ എഴുതുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഈ ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ പറ്റും. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം പറയണുള്ളൂ.